മിക്ക ഡോക്ടറിൻ്റെ വീക്ക്ലി ആൻസിലേക്ക് എല്ലാ ദിവസവും നിലവിൽ ഹോസ്പിറ്റലിൽ റൂമുകളിലാണ് ഇത് ചെയ്യുന്നത്. ധാരാളം പേര് അമ്മയുടെ കാര്യം അന്വേഷിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ വെന്റിലേറ്ററിൽ റിമൂവ് ചെയ്തു. കാരണം അവിടെ വലിയ ഒരു ഹോപ്പൊന്നുമില്ല. ഐസിന് അങ്ങനെ വെന്റിലേറ്റർ വേണം. നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം അങ്ങനെ വെന്റിലേറ്റർ റിമൂവ് ചെയ്ത് റൂമിലോട്ട് മാറ്റി വേറെ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഇല്ലാത്തതും വെറുതെ ഐ സി യുവിലിട്ട് നിലനിൽപ്പിക്കണമെന്ന് വിചാരിച്ചു. വെന്റിലേറ്ററിൽ നിലനിൽപ്പിക്കണം വിചാരിച്ചതെല്ലാം മാറ്റി ഇപ്പോൾ റൂമിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്രസൻസും കൊച്ചുമക്കളുടെയൊക്കെ പ്രസൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചലനമില്ലാതെ കിടക്കുന്ന കാണിക്കാം. സിറ്റുവേഷൻ ഇതാണ്. പിന്നെ ഒരു അനുഭവമില്ലാതെ ദൈവം എന്താണ് തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാനില്ല. നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പം ദൈവം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ദൈവം തരുന്നു, ദൈവം എടുക്കുന്നു, എല്ലാം എന്താ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സിറ്റുവേഷൻ. നമുക്ക് ഈ അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും സംസാരിക്കുന്നില്ല, എങ്കിലും കാത്തിരിക്കുന്ന ഒത്തിരി ധാരാളം ആൾക്കാർ കാണുന്നുണ്ട്. അവരെ ഓർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ നമ്മുടെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് ഈ കാണുന്നത്. ഈ ഇന്നത്തെ നമുക്ക് വെള്ളിയാഴ്ചത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വെള്ളിയാഴ്ച നമുക്ക് ക്ലോസിങ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഡൗ ജോൺസ് ഒക്കെ ഒരു 10-600 പോയിൻ്റ് മുകളിലോട്ട് പോയി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് ഒരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് നിലവിലത്തെ അവസ്ഥയിൽ 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നാളെ മാർക്കറ്റ് അവധിയാണ്, തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച വേൾഡ് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവിങ്സ് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ഓപ്പണിംഗ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിലവിലെ അവസ്ഥയിൽ 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പാണ്. പക്ഷെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവിലോട്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് ഓപ്പണിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ പിന്നെ വീക്ക് ലാൻഡ്സ് കൂടെ നിങ്ങൾ ചേർത്തൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു റേഞ്ച് തന്നെ നിൽക്കുകയാണ്. ആ റേഞ്ച് വിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. ഓക്കെ, അപ്പം കഴിഞ്ഞ 4 ദിവസത്തെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 747 മുതൽ 21,747 മുതൽ 22,828 ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ മൂവ് ടോട്ടലി നടത്തിയിട്ടുണ്ട്. ഒരു 1000 പോയിൻറ്റ് ഇനി ഇതുപോലൊരു 1000 പോയിൻറ്റിന് മൂവ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ മാക്സിമം ടു മാക്സിമം മാർക്കറ്റ് അടുത്ത 4 ദിവസമേ ഉള്ളൂ. അടുത്ത ഒരാഴ്ചത്തെ പിന്നെ നമ്മുടെ വീക്കിലി കോൺട്രാക്റ്റിന് 4 ദിവസത്തെ ആഴ്ചയേ ഉള്ളൂ. ഒരു ദിവസം അവധിയാണ്, ബാക്കി 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ 4 ദിവസം കൊണ്ട് മാക്സിമം മാർക്കറ്റ് പോകാനുള്ള സാധ്യത 23,818 ഈ കാണുന്ന അപ്പർ ലൈൻ. ഇത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് മാക്സിമം പോകാനുള്ള ലൈൻ. അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു ഫർദർ റാലിക്കുള്ള സാധ്യത നമ്മുടെ മാർക്കറ്റിൽ ഉള്ളൂ. ആ കാര്യം നമ്മൾ മറന്നുപോകും. അപ്പം എത്ര പോയാലും മാക്സിമം പോകുന്നത് 23,818 വരെ പോകാനുള്ള സാധ്യത മാർക്കറ്റിലുള്ളൂ. അതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇനി താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 21,747 ആയിരിക്കും നമ്മുടെ ബോട്ടം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഞാൻ നേരത്തോട്ട് പറഞ്ഞിരിക്കുന്ന ലൈനാണിത്. 22,707. ഈ 22,707 ഒരു ക്രൂഷ്യൽ ലൈനാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ നോക്കുക. താഴോട്ട് പോയാൽ തന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. പിന്നെ ഈ ഗ്രീൻ ലൈൻ 22,357. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലൈനുകൾ. ഓക്കെ, നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ ഒരിക്കലും മാർക്കറ്റിനെ ഇപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയ മൂവ്മെൻറ്റുകൾ 400-500 പോയിന്റും മൂവ്മെൻറ്റുകളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. നമുക്ക് ഇൻട്രാഡേ ബേസിസിലൊന്നും ഒരിക്കലും നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് വെറും മൂടത്തരം നമ്മൾ കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതനുസരിച്ച് വേണം നമ്മൾ മാർക്കറ്റിൽ പിന്നെ ട്രേഡുകളെ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ഇൻട്രാഡേ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ അപ്പർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 23,818. ഓക്കെ, താഴത്തെ ബോട്ടം റേഞ്ച് എന്ന് പറഞ്ഞാൽ 21,747. ഇതിനിടയ്ക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. അടുത്ത 1-2 മാസം ഒക്കെ
അല്ലെങ്കിൽ ഈ 90 ഡേയ്സ് ഇപ്പോൾ താരിഫിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്ന 90 ഡേയ്സ് മാർക്കറ്റ് ഇതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. സപ്പോസ് ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 21,747 എല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള 20,250 നമ്മുടെ അടുത്ത റേഞ്ച്, 20,250, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിലൂടെ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത ആഴ്ചത്തെ വീക്കിലി പറയുവാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. മാർക്കറ്റ് 23,818 മുകളിലോട്ട്, ഓക്കെ, അപ്പർ റേഞ്ച്. അപ്പോൾ ഇത് നമ്മൾ അതിനിടയിൽ തന്നെയുള്ള ഈ റേഞ്ച് ശ്രദ്ധിച്ച് വെക്കുക. 22,707, 22,357, ഈ 2 ലൈനും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. അതിനുശേഷം എങ്ങനെ ക്ലോസിങ് കിട്ടുന്നു നോക്കുക. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഇപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ മേലോട്ട് തന്നെ നോക്കാം. താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 22,707 പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 22,357 നമ്മുടെ ആ ലൈനും ഏകദേശം ഈ ട്രെൻഡ് ലൈൻ ഏകദേശം ഒരുപോലെ വരും. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കുക, സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നുണ്ടോ. ഇത്രയുമാണ് നമുക്ക് വീക്കിലി അനാലിസിസിൽ നിഫ്റ്റിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇൻട്രാഡേ ബേസിലൊന്നും നമുക്കൊന്നും പറയാനില്ല, ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയോടെ നോക്കാം. ഞാനൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് പഴയ ലൈൻ തന്നെ. അതാണ് നമ്മൾ ഇവിടെ നോക്കിക്ക്. ഇവിടെയും നമുക്ക് ഉള്ളത് 52,039 52,039 നമ്മുടെ പ്രധാനപ്പെട്ട അപ്പർ സൈഡ്, ഓക്കെ. അത് ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഫർദർ ഉള്ള കാര്യം നമുക്ക് കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ, ഓക്കെ. അതിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വരച്ച് വെച്ചേക്കുന്നത് ഇത് വേണം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഷോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ നിൽക്കട്ടെ, ഓക്കെ. 50,621 അതായിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് അപ്സൈഡാണ് നിൽക്കുന്നത്. അപ്പം നാളത്തെ മാർക്കറ്റോട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈന് ഈ പറയുന്ന 50,032, പിന്നത്തെ താഴത്തെ ലൈന് 40,158. ഏറ്റവും ബോട്ടം ലൈൻ എന്ന് പറയുന്നത് 47,701. അപ്പർ സൈഡ് പോയാൽ 52,039, ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റിയെ പറ്റിയും പറയാനുള്ളത്. മാർക്ക് ചെയ്തിടുക. അതിൻ്റെ മുകളിൽ റേഞ്ച് ഉണ്ട് 53,905. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുക. ഒരു പക്ഷെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് വയലൻ്റ് മൂവ് 1,000-1,200 പോയിൻ്റൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് 53,905 കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇട്ടേക്കുക. അടുത്ത് നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് കൂടെ നോക്കിക്കുക. മിഡ് ക്യാപ്പിനകത്തിൽ നോക്കാനുള്ളത് അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്, ഓക്കെ. 11,798 നമുക്കൊരു അപ്പർ റേഞ്ച് ഉള്ളത്. ഇപ്പം മാർക്കറ്റ് ഇന്നലെ ഒരു ഡോജിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മാർക്കറ്റ് ഏകദേശം ലൈനുകൾ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ ലൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന 11,143 ബ്രേക്ക് ചെയ്ത് നോക്കുക. 11,143 സപ്പോസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യത. 10,832 അതിൻ്റെ ബോട്ടം, 10,832, ഓക്കെ. ഇത് മാർക്ക് ചെയ്ത് തരിക. അതിനുശേഷം താഴോട്ടുള്ളത് ഇതാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ബോട്ടം എന്ന് പറഞ്ഞാൽ 10,378. അപ്പോൾ ഇത്രയും കൂടെ നിങ്ങൾ മിഡ് ക്യാപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടിട്ട് നാളത്തെ മാർക്കറ്റ് കഴിയുന്നതിൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും ഞാനൊരു വോയിസ് ഇടാം, ഓക്കെ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുക. എന്ന് എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര്, ധാരാളം പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടുണ്ട്. പലരുടെയും മെസ്സേജ് നോക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണത്തിന് വളരെയധികം നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വളരെയധികം നന്ദി. എല്ലാവരോടും എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു ആത്മാർത്ഥത എന്നും എനിക്കും നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.